ഈ ലീനിയർ മൊമെൻറ്റം ഇവൻ വളരെ നമുക്ക് ഉപകാരമുള്ള ഒരാളാണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് മോഷൻ പ്രസന്റ് ഇൻ ആൻ ഒബ്ജക്റ്റ്, മോഷൻ ആണെങ്കിൽ മാത്രമേ ലീനിയർ മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. അത് ടോട്ടൽ മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് മൊമെൻറ്റം. അത് ലീനിയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലീനിയർ മോഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നടക്കുന്നതിനെ വെച്ച് മാത്രമാണ് നമ്മൾ ലീനിയറിന്റെ കേസ് പറയുന്നത്. ആംഗുലർ മൊമെൻറ്റം ഒക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം. അപ്പൊ ലീനിയർ മൊമെൻറ്റം എന്താണെന്ന് നോക്കുക. ഇറ്റ്സ് ജസ്റ്റ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഇല്ല എങ്കിൽ ആ ഒബ്ജക്റ്റിന് എന്തുണ്ടാവില്ല? ലീനിയർ മൊമെൻറ്റം ഉണ്ടാവില്ല. ഇനി അറിയേണ്ട ഒരു കാര്യം, ഇത് സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്നാണ്. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ലീനിയർ മൊമെൻറ്റം ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർക്കുക. ഇനി ഇവന്റെ ഡയമെൻഷണൽ ഇക്വേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം അങ്ങ് പഠിച്ചു പോകാമല്ലോ. m(L)T⁻⁻1. വളരെ സിമ്പിൾ ആയിട്ട് ഡയമെൻഷണൽ ഇക്വേഷൻ ഇസ് മാസ് ഇൻറ്റു വെലോസിറ്റി ഡയമെൻഷണൽ ഇക്വേഷൻ L(T⁻⁻1). ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇവന്റെ യൂണിറ്റ് എങ്ങനെയായിരിക്കും എന്നാണ്. ആദ്യമേ ഓർക്കുക, ഇവന്റെ യൂണിറ്റ് പറയുമ്പോൾ സിസ്റ്റംസ് വെച്ച് വേണം പറയാൻ. ഓക്കെ, ആ സിസ്റ്റത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ടേംസിൽ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് യൂണിറ്റ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ യൂണിറ്റ് പറയേണ്ട ആവശ്യമില്ല. ഇൻ SI സിസ്റ്റം ഇവന്റെ യൂണിറ്റ് എന്തായിരിക്കും? SI മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമും വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി CG സിസ്റ്റം ആണെങ്കിലോ മാസ് എന്ന് പറയുന്നത് ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ്. FPS സിസ്റ്റം ആണെങ്കിലോ, ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയി, എന്തുവാ CG സിസ്റ്റം? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഓർമ്മിപ്പിച്ചാണ്. FPS സിസ്റ്റം ഫുട്ട് പൗണ്ട് സെക്കൻഡ്. ഇനി ഫുട്ട് പൗണ്ട് സെക്കൻഡിനകത്ത് മാസ് എന്തായിരിക്കും? അപ്പോൾ പൗണ്ട് ആയിരിക്കും, LB പൗണ്ട്. ഇനി വെലോസിറ്റിയാണ് വേണ്ടത്, ഫീറ്റ് പെർ സെക്കൻഡ്. ഉറങ്ങിയിരിക്കുന്നവരൊക്കെ എണീറ്റ് നോക്കുമ്പോൾ അവസാനം LB വേറെ എന്തെങ്കിലും ആയിട്ട് വായിക്കരുതേ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ഇനിയുണ്ടല്ലോ ഒരു സിസ്റ്റം, MK സിസ്റ്റം, മീറ്റർ കിലോഗ്രാം സെക്കൻഡ് സിസ്റ്റം, ഓർ മെട്രിക് സിസ്റ്റം, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നെ. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളണേ. ഇപ്പോൾ ചിലർ വിചാരിക്കും SI യൂണിറ്റിൻ്റെയും MKS യൂണിറ്റിൻ്റെയും യൂണിറ്റ് സെയിം ആണല്ലോ, രണ്ടും ഒരു സിസ്റ്റം ആണല്ലോ എന്ന്. അല്ല, ഇത് കുറച്ചുകൂടെ ഓൾഡർ വേർഷൻ ആണ്. SI സിസ്റ്റം എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കറന്റ്ലി യൂസ്ഡ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ 2 കാര്യം ഓർക്കുക. ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ലീനിയർ മൊമെൻറ്റം നമ്മളൊന്ന് കണ്ടു. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അവിടുത്തെ ഡയമെൻഷണൽ ഇക്വേഷൻ. യൂണിറ്റ്സും യൂണിറ്റുകളൊന്നും കേറ്റിനൊന്നും ചോദിക്കില്ല. കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ യൂണിറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇനി നമ്മൾ അറിയേണ്ടത് ഫോഴ്സ് എന്താണെന്നാണ്. ഫോഴ്സ് എന്താണെന്ന് കാര്യമായിട്ട് തന്നെ അറിയണം, കാരണം ഫോഴ്സിൻ്റെ യൂണിറ്റ്സുകൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് നോക്കാം. ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ബേസിക്സ് ആയിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന്. ഇവിടുത്തെ ഒരു ചോദ്യം, ഇത് സ്കേലർ ആണോ വെക്ടർ ആണോ? ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ക്വാണ്ടിറ്റി വേണം ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പോരാ. അതാണ് ഇവിടെ ആദ്യം നമ്മൾ അറിയേണ്ടത്. ഫോഴ്സിനെ കംപ്ലീറ്റ്ലി റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 5 വ്യക്തികളെ വേണം. ആ 5 വ്യക്തികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഈ ഒബ്ജക്റ്റിനകത്ത് എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം അറിയണം. സോ ദ ഫസ്റ്റ് തിങ് ഈസ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ എഴുതി വെച്ചോളുക, ദ ഫസ്റ്റ് തിങ് ടു റെപ്രസെന്റ് എ ഫോഴ്സ് ഈസ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. എ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ വേണം. 2, ഏത് ലൈൻ ഓഫ് ആക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് വേണം. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിൽ തന്നെ എനിക്ക് ഏത് ലൈൻ ഓഫ് ആക്ഷൻ, ഇതൊരു ലൈൻ, ഈ പോയിന്റിലൂടെ എനിക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും വരയ്ക്കാം. ഒരു പോയിന്റിലൂടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാം. സോ യു ഹാവ് ടു സ്പെസിഫൈ ലൈൻ ഓഫ് ആക്ഷൻ. തീർന്നില്ല, യു ഹാവ് ടു സ്പെസിഫൈ ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഫോഴ്സ് നമ്മൾ കണ്ടിട്ടുള്ള ആൾ വരുന്നത്. ഇങ്ങനെ വരച്ച് നമ്മളൊരു F എന്നുള്ള ഒരു വാല്യൂ കൂടെ ഇടും അല്ലേ? ആരോ സിമ്പിൾ കൂടെ വരുമ്പോൾ യു വിൽ സ്പെസിഫൈ ഡയറക്ഷൻ. അതായത് ഇത് ലൈൻ, ഈസ്റ്റ് ഓർ വെസ്റ്റ് ഡയറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതും ലൈനാണ്, നോർത്ത് ഓർ സൗത്ത് ഡയറക്ഷൻ.
അല്ലേ? നിങ്ങളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് നോർത്ത് സൗത്ത് ലൈനല്ലേ ആയുള്ളൂ. മുകളിലോട്ടാണെന്ന് പറഞ്ഞാൽ നോർത്ത് എന്ന് പറയും, താഴോട്ടാണെന്ന് പറഞ്ഞാൽ സൗത്ത് എന്ന് പറയും, ആരോ കൂടെ ഇടുമ്പോൾ. അതുപോലെയാണ് ഇവിടെയും. അപ്പോൾ 3 പേർ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ഡയറക്ഷൻ. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? യു ഹാവ് ടു സ്പെസിഫൈ ദ മാഗ്നിറ്റ്യൂഡ്. F is equal to 10 ന്യൂട്ടൺ ഡൈൻ, അല്ലെങ്കിൽ എന്താണോ യൂണിറ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് പറയണം. ഇനി നമുക്ക് വേണ്ട കാര്യം ഇവിടം കൊണ്ട് തീരുമോ? ഇല്ല. യു ഹാവ് ടു സ്പെസിഫൈ ദ സെൻസ്. ഇതേ ആളെ, ഈ വ്യക്തി, ഈ ഫോഴ്സിനെ തന്നെ ഞാൻ ഈ പുറത്തു നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് എ പുഷ്, അല്ലേ? ഇനി ഇതിനെ ഞാൻ അകത്തു നിന്ന് നോക്കിയാൽ ഞാൻ ഇവിടെ നിന്ന് വലിക്കുന്നത് പോലെ ഇരിക്കും. സോ ഇറ്റ്സ് എ പുൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പുഷാണോ പുള്ളാണോ എന്നും കൂടെ സ്പെസിഫൈ. അപ്പോൾ 5 കാര്യം സെൻസ് കൂടെ പറഞ്ഞാൽ 5 കാര്യം. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യം ഉണ്ടെങ്കിലേ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്സ് ആണ് എപ്പോഴും ഓർക്കേണ്ടത്. അപ്പോൾ യൂണിറ്റ്സിലേക്ക് നമ്മൾ കടക്കുന്നു. ആ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ്സ് കൃത്യമായി ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ CGS സിസ്റ്റം വെച്ച് തന്നെ തുടങ്ങാം. ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള സിസ്റ്റം വെച്ച് തുടങ്ങിയതാണ് കേട്ടോ, അങ്ങനെ ഓർഡർ ഒന്നുമില്ല. CGS സിസ്റ്റം എന്തുവാ? CGS സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് അറിയാം. ഫോഴ്സ് എപ്പോഴും മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസ് എന്തായിരിക്കും? ഗ്രാം. ആക്സലറേഷനോ? സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലേ? ഈ ആളെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ ഈ യൂണിറ്റ് ആണ് CGS സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ്. പക്ഷേ ഈ യൂണിറ്റിന് ഒറ്റ പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് നെയിം ഉണ്ട്. ആൻഡ് ദാറ്റ് ഷോർട്ട് നെയിം ഈസ് നോൺ ആസ് ഡൈൻ. ഓക്കെ, ചിലപ്പോൾ ഓപ്ഷനകത്ത് ഇത്രയേ കാണുള്ളൂ. ടൈപ്പിംഗ് എററാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഡൈൻ. DYN എന്ന് മാത്രമായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ എന്താണ് ഇനി ഒരു ഡൈൻ? അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചോ. ഇറ്റ്സ് ദ ഫോഴ്സ് required to move a body of mass 1 gram with an acceleration 1 centimeter per second square. 1 ഗ്രാം മാസിനെ 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ മൂവ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ്. ഇതിനെ വിളിച്ച പേരാണ് ഡൈൻ. അത് ആരുടെ സിസ്റ്റം ആണെന്ന് ചോദിച്ചാൽ CGS സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് അടുത്ത സിസ്റ്റം നോക്കാം. അടുത്ത സിസ്റ്റമാണ് MKS സിസ്റ്റം. ഈ MKS സിസ്റ്റം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരാളെ കൂടെ നിങ്ങൾക്ക് വേണ്ടി കടമെടുത്ത് തരുവാണ്. SI സിസ്റ്റം. ഓക്കെ, അത് നമുക്ക് SI സിസ്റ്റത്തിലെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. SI സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അല്ലേ? വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് വേണ്ടത് ഇതിൻ്റെ ഇലാബറേറ്റഡ് ഫോമാണ്. ന്യൂട്ടൺ ആണ് ഇവിടുത്തെ യൂണിറ്റ് എന്നറിയാമെങ്കിലും 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആയത് കാരണം 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞൂടെ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയാമല്ലോ വളരെ ഈസി ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇനി MKS സിസ്റ്റം പറഞ്ഞ എനിക്ക് MKS സിസ്റ്റത്തിൽ എന്തായിരിക്കും ഫോഴ്സിൻ്റെ യൂണിറ്റ്? ഓർത്ത് നോക്കി. ഈ എക്സ്പ്രഷൻ തന്നെ ഒന്ന് എടുക്കാം. 1 കിലോഗ്രാം മാസ്, ആക്സിലറേഷൻ. കുറച്ച് പേരെങ്കിലും ഈ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നെ ഓർത്തുകയാണ് ഇവിടെ. അല്ല, അവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. ആക്സിലറേഷൻ ഈസ് 9.81 meter per second square. Acceleration is 9.81 meter per second square. ഈ ആളെ വിളിച്ച പേരാണ് കിലോഗ്രാം ഫോഴ്സ്. ഇതിൻ്റെ ഡെഫിനിഷൻ അപ്പോൾ എന്ത് പറയും? സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 കിലോഗ്രാം മാസിനെ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ മൂവ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സ്. അത് സിമ്പിൾ ഡെഫിനിഷൻ. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഓഫ് മാസ്. This is the force experienced by a body of mass 1 kg when it is in Earth's gravitational field. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിച്ച പേരാണ് 1 കിലോഗ്രാം ഫോഴ്സ്. ഇത് പറയാൻ കാരണം ഈ കിലോഗ്രാം ഫോഴ്സിന് ഒരു ഷോർട്ട് ഹാൻഡ് സിമ്പൽ ഉണ്ട്. കിലോഗ്രാം ഫോഴ്സിന് നിങ്ങൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. കിലോഗ്രാം ഫോഴ്സ് is sometimes written as
കിലോഗ്രാം എന്ന് പറയരുത്, kg എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, kg എന്ന് തന്നെ പറയണം, കിലോഗ്രാം എന്ന് വായിച്ച് പറയരുത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. ഇനി നമുക്ക് ഒരു സിസ്റ്റം കൂടെ അറിയണം. ആ ഒരു സിസ്റ്റമാണ് FPS സിസ്റ്റം. എന്താ FPS സിസ്റ്റം? വളരെ രസകരമായ ഒരു സിസ്റ്റമാണ് FPS. ഒരു പുതിയ യൂണിറ്റിനെ കേൾക്കും, പലരും കേട്ടിട്ടുണ്ടാവില്ല. എന്താ FPS സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ്? നമുക്ക് അതിന്റെ ബേസിക് ഡെഫിനിഷൻ വഴി ഒന്ന് നോക്കാം. മാസ് 1 പൗണ്ട്, ആക്സിലറേഷൻ 1 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയർ. മാസ് 1 പൗണ്ടിനെ 1 ഫീറ്റ് പെർ സെക്കൻഡ് സ്ക്വയറിൽ മൂവ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സിനെ വിളിച്ച പേരാണ്, ശ്രദ്ധിച്ച് നോക്കിയിരുന്നോ, PDL ഓർ പൗണ്ടാൽ. ഓക്കെ, വാക്ക് ഓർത്തോളേ, ഇറ്റ് ഈസ് പൗണ്ടാൽ. ഓക്കെ, അപ്പൊ പൗണ്ടാൽ ഇസ് ദ ഫോഴ്സ്, യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ FPS സിസ്റ്റം. FPS സിസ്റ്റത്തിൽ ഫോഴ്സിന്റെ യൂണിറ്റിനെ വിളിച്ച പേരാണ് പൗണ്ടാൽ. ഓക്കെ, അപ്പോൾ ഈ 4 യൂണിറ്റ്സ് ഓർക്കുക. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. SI സിസ്റ്റം ന്യൂട്ടൺ, CJ സിസ്റ്റം ഡൈൻ. തലവത്തിനെ പറയുള്ളൂ, ഓർത്തെടുക്കുക. SI സിസ്റ്റം ന്യൂട്ടൺ, CJ സിസ്റ്റം ഡൈൻ, FPS സിസ്റ്റം പൗണ്ടാൽ. ഓക്കെ, ഇനി ഒരാളും കൂടെ ഉണ്ട്, MK സിസ്റ്റം കിലോഗ്രാം ഫോഴ്സ് ഓർ കിലോഗ്രാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കുക. നമുക്കൊരു 2 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ്. ഫോഴ്സസിന്റെ കുറച്ച് സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റം ഒന്നും ഏതാണ് എന്താണെന്നൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരില്ല. പക്ഷേ ചോദ്യത്തിനകത്ത് കൊളീനിയർ സിസ്റ്റം, കോപ്ലനാർ സിസ്റ്റം, കൺകറന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഓർക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കൊളീനിയർ സിസ്റ്റം. ഈ കൊളീനിയർ സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്താണ് ഈ കൊളീനിയർ സിസ്റ്റം? കൊളീനിയർ സിസ്റ്റത്തിനകത്ത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് സെയിം ആയിരിക്കും. ഫോഴ്സസിന്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കും. ഓർക്കാൻ വേണ്ടി നമുക്ക് വളരെ കോമൺ ആയി അറിയാവുന്ന ഒരു ഗെയിമാണിത്, ടഗ് ഓഫ് വാർ. എന്താ ഈ ടഗ് ഓഫ് വാർ? ഒരു പക്ഷേ ഈ കൊറോണയും പ്രളയമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുമായിരുന്ന ഓണത്തിന് നമ്മൾ വളരെ സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു ഗെയിം അല്ലേ, ടഗ് ഓഫ് വാർ, വടംവലി. വടംവലിയാണ് ഈ ഗെയിം. വടം വലിക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ ലെവലിലായിരിക്കും അല്ലേ. ആ വടം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അത് ഒരേ ലെവലിലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. അതിനർത്ഥം അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഒരേ ലൈനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലൈൻ ഓഫ് ആക്ഷൻ ഇസ് സെയിം. അതിനെ വിളിച്ച പേരാണ് കൊളീനിയർ സിസ്റ്റം. അപ്പോൾ നമ്മൾ അടുത്ത സിസ്റ്റത്തിലേക്ക് നോക്കാം, കോപ്ലനാർ സിസ്റ്റം. എന്താ കോപ്ലനാർ സിസ്റ്റം? കോപ്ലനാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കോപ്ലനാർ സിസ്റ്റത്തിന്റെ പ്രത്യേകത? കോപ്ലനാർ സിസ്റ്റത്തിൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ്. ഓർക്കുക, ഞാൻ ഇവിടെ ഒരിക്കലും ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, പറയുമ്പോഴെല്ലാം ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ആണ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഒരു പ്ലെയിനിലാണെങ്കിൽ അതിനെ വിളിച്ച പേരാണ് കോപ്ലനാർ സിസ്റ്റം. എക്സാമ്പിൾ എത്ര വേണമെങ്കിലും പറയാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ബീമിൽ നിങ്ങൾ ഇങ്ങനെയല്ലേ ലോഡിംഗ് ഒക്കെ വരച്ചിട്ടുള്ളത്. UDL ആണെങ്കിലും UVL ആണെങ്കിലും നിങ്ങൾ ബീമിനെ ഇങ്ങനെ തന്നെയല്ലേ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ആ ബീംസിലെല്ലാം വരുന്നത് ഒരു പ്ലെയിനിൽ നിന്നാണ് ലോഡിംഗ് വരുന്നത്. ആ ഒരു പ്ലെയിനിൽ നിന്ന് തന്നെ ലോഡിംഗ് വരുന്നത് കൊണ്ട് അപ്പോൾ ഓർക്കുക അവിടെ കോപ്ലനാർ സിസ്റ്റമാണ്. ഇനി കോപ്ലനാർ സിസ്റ്റത്തിൽ സെയിം പ്ലെയിനിലാണ് ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ആ പ്ലെയിൻസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫോഴ്സ് വന്നാൽ എന്ത് ചെയ്യും? അതായത് ബീം ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, സപ്പോസ് ഇതാണ് ബീമിലേക്ക് ഇതാണ് ഫോഴ്സ് എങ്കിൽ അത് കോപ്ലനാർ, ഈ പ്ലെയിനിന് മാത്രമേ ഉള്ളൂ ഫോഴ്സ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഭംഗിക്ക് വേണ്ടി ഈ ബീമിലേക്ക് ഒരു അറ്റാച്ച്മെന്റ് കൊടുത്തിട്ട് ഞാൻ പുള്ളി ചെയ്യുന്നു. അങ്ങനെ പുള്ളിയാണെങ്കിൽ ഔട്ട് ഓഫ് പ്ലെയിൻ ഫോഴ്സ് വിൽ ബി ദർ. ഔട്ട് ഓഫ് പ്ലെയിൻ ഫോഴ്സ് വന്നാൽ ആ സിസ്റ്റത്തിനെ വിളിച്ച പേരാണ്, മൂന്നാമത് നമ്മൾ പറയുന്നത്, നോൺ കോപ്ലനാർ സിസ്റ്റം. നോൺ കോപ്ലനാർ സിസ്റ്റം. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷ പേപ്പറിനകത്ത് നോൺ കോപ്ലനാർ എന്നുള്ള വാക്ക് കാണില്ല. അവിടെ ഉണ്ടാവുന്നത് സ്പേഷ്യൽ സിസ്റ്റം എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നോൺ കോപ്ലനാറിൻ്റെ മറ്റൊരു പേരാണ് സ്പേഷ്യൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ സ്പേഷ്യൽ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി. എന്താണ്? ലൈൻ ഓഫ് ആക്ഷൻസ് ലൈ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ലൈൻ ഓഫ് ആക്ഷൻസ് ലൈ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ്. ഇനി നമ്മൾ കാണുന്നത് 3 പേരെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന 4ാമത്തെ വ്യക്തിയാണ് കൺകറന്റ് സിസ്റ്റം.
എന്താണ് കൺകറന്റ് സിസ്റ്റം എന്ന് നോക്കാം. എന്തായിരിക്കും കൺകറന്റ്? വളരെ സിമ്പിളാണല്ലേ കൺകറന്റ് എന്ന് പറഞ്ഞാൽ. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് മീറ്റ് അറ്റ് എ പോയിന്റ്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് മീറ്റ് അറ്റ് എ പോയിന്റ്. ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്താൽ, എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ സർവേയിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ചിലപ്പോൾ വരപ്പ് ബോറായിരിക്കും, പക്ഷെ എന്നാലും മനസ്സിലാക്കുക, ഈ വരച്ചേക്കുന്നത് ട്രിപ്പോഡാണ്. ട്രിപ്പോഡിൻ്റെ ലെഗ്സിൽ കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു പോയിന്റിലേക്കല്ലേ മീറ്റ് ചെയ്യുന്നത്. ട്രിപ്പോഡിൻ്റെ 3 ലെഗ് ഉണ്ടെങ്കിൽ, ഒരു ലെഗ് 2, ഇനി ഇവിടെ ഒരു ലെഗ് ഉണ്ടെങ്കിൽ 3 ലെഗിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കൺകറന്റ് സിസ്റ്റം. ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്തു. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ട്രിപ്പോഡ് ലെഗ്സിൽ ഇത് ഒരു പ്ലെയിനിലിരിക്കുന്നു, ഇത് വേറൊരു പ്ലെയിനിലിരിക്കുന്നു, ഇത് വേറൊരു പ്ലെയിനിലിരിക്കുന്നു. അപ്പോൾ അവിടെ എന്താണത്? സ്പേഷ്യൽ സിസ്റ്റമാണ്. സോ ഫോഴ്സസ് ഇൻ ട്രിപ്പോഡ് ലെഗ്സ് ആർ an example of concurrent non-coplanar system. അല്ലെങ്കിൽ തിരിച്ചും പറയാം, നോൺ കോപ്ലനാർ കൺകറന്റ് സിസ്റ്റം. നമ്മൾ അടുത്ത് കാണുന്നു 5ാമത്തെ സിസ്റ്റം ഓഫ് ഫോഴ്സസ്, നോൺ കൺകറന്റ് സിസ്റ്റം. എന്തായിരിക്കും നോൺ കൺകറന്റ്? നോൺ കൺകറന്റിന്റെ പ്രത്യേകത എന്താ? നോൺ കൺകറന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം വെയർ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഡസ് നോട്ട് മീറ്റ് അറ്റ് എ പോയിന്റ്. എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഇവിടെ ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്ത് ചെയ്യുന്നില്ല? മീറ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ടും പാരലല്ലേ, മീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതെന്താണ്? കോപ്ലനാറും കൂടെയാണ്. അപ്പോൾ ഒരു കോമ്പിനേഷൻ ആവാം. ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, 2 ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ലൈക്ക് ഫോഴ്സും അൺലൈക്ക് ഫോഴ്സും. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എന്താ ലൈക്ക് ആൻഡ് അൺലൈക്ക്? ലൈക്ക് ഫോഴ്സും അൺലൈക്ക് ഫോഴ്സും എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോഴ്സസ് ഹൂസ് ലൈൻ ഓഫ് ആക്ഷൻ ആണോ, ഡയറക്ഷൻ ആണോ, മാഗ്നിറ്റ്യൂഡ് ആണോ ഈക്വൽ എന്നറിയാം. അപ്പോൾ ലൈക്ക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സസ് ആക്ടിങ് ഇൻ സെയിം ഡയറക്ഷൻ. ഓക്കെ, ഹിയർ ലൈക്ക് ഫോഴ്സസ് the line of action will be in, the direction of force will be in same. ഓക്കെ, അതായത് ലൈക്ക് ഫോഴ്സിൽ ഒരേ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. ഇത് ലൈക്ക് ഫോഴ്സസ്. ഓക്കെ, ഇവിടെ സപ്പോസ് ഇത് P, ഇതും P, അതായത് രണ്ടും ഒരേ ഫോഴ്സ് ആവാം. ഇനി രണ്ടും 2 മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് ആവാം, എങ്കിലും എന്ത് തന്നെ? ലൈക്ക് ഫോഴ്സ് തന്നെ. ദാറ്റ് മീൻസ് ഡയറക്ഷൻ ഈസ് സെയിം. അൺലൈക്ക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാം? ഫോഴ്സസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതും ഈക്വൽ ആകാം, അൺഈക്വലും ആകാം. ഓക്കെ, ഈക്വലും ആകാം, അൺഈക്വലും ആകാം. ഈ ആരോസ് എല്ലാം സ്കെയിൽഡ് ആണെന്ന് വിചാരിക്കുക. ഈക്വൽ ആവാം, അതുപോലെ തന്നെ അൺഈക്വലും ആകാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്, ലൈക്കും അൺലൈക്ക് ഫോഴ്സസും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്കുകളെല്ലാം മനസ്സിലാക്കി വെച്ചേക്കുക. ലൈക്ക് ഫോഴ്സ് സിസ്റ്റം, ഒരു അൺലൈക്ക് ഫോഴ്സ് സിസ്റ്റം, ഒരു കൊളീനിയർ സിസ്റ്റം എന്ന് പറഞ്ഞ് ചോദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അറിയേണ്ടതും ഇവിടെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്താ ഫ്രീ ബോഡി ഡയഗ്രാം? ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് ചോദിക്കില്ല, പക്ഷെ നമുക്ക് ചിലപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ട ഒരു ആവശ്യകത വരും. അപ്പോൾ എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് നോക്കാം. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം? അതാണ് ഈ മെക്കാനിക്സിൻ്റെ പ്രശ്നം കേട്ടോ. എപ്പോഴും നമുക്ക് ഇതെന്താണ് എന്ന് ചോദിക്കില്ല, പക്ഷെ നമുക്ക് ഇവരെല്ലാം അപ്ലൈ ചെയ്തായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരിക. എന്താ ഫ്രീ ബോഡി ഡയഗ്രാം? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൗണ്ട് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം, അതുപോലെ ഒരു ഡയഗ്രാമാണ്. ഈ ഡയഗ്രാമത്തിൻ്റെ പ്രത്യേകത, നമുക്ക് ഒരു റിയൽ കേസ് സിനാരിയോ ഉണ്ട്. ആ റിയൽ കേസ് സിനാരിയോ ഞാൻ കാണിക്കാം. നമുക്ക് ഫ്രിക്ഷൻ നിങ്ങളുടെ സിലബസിലുള്ളതാണ്. ആ ഫ്രിക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരാളായിരിക്കും ലാഡർ ഫ്രിക്ഷൻ. ഇവിടെ ഈ ഫ്ലോറിനെയും അതുപോലെ വോളിലേക്കും ചരിച്ച് ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ലാഡർ ആണെന്ന് വിചാരിക്കുക. ഞാൻ 3D ഒക്കെ വരച്ചാൽ വളരെ ബോറായിരിക്കും, അതുകൊണ്ടാണ് 3D ഒന്നും വരയ്ക്കാത്തത്. ലാഡർ ചാരി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കണം. എന്ത് ചെയ്യും? ഫസ്റ്റ് യു വിൽ ഐസൊലേറ്റ് ദ ഒബ്ജെക്ട് ഫ്രം ഇറ്റ്സ് കോണ്ടാക്ട് സർഫസ്. അതായത് ഈ ഒബ്ജക്റ്റിനെ നിങ്ങൾ അതിൻ്റെ കോണ്ടാക്ട് സർഫസസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും, ഓർ ടേക്ക് ഇൻ ടു സ്പേസ്. ലാഡറിനെ അതിൻ്റെ കോണ്ടാക്ട് സർഫസിൽ നിന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്തു. ആൻഡ് യു വിൽ ബി ഷോയിങ് ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ലാഡർ ഇൻക്ലൂഡിങ് സെൽഫ് വെയ്റ്റ്.
അപ്പോൾ ഇതിനകത്ത് വെയിറ്റ് ഉണ്ടെങ്കിൽ എനിക്കറിയാം ആ വെയിറ്റ് ഈ ലാഡറിൽ ആക്ട് ചെയ്യുമെന്ന്. ആ വെയിറ്റിന് ഞാൻ ആദ്യം കാണിച്ചു. ഓക്കെ, m×g സെൻട്രൽ പോയിന്റിലാണ്. ആ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ വിളിച്ചു. അതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. mg വെയിറ്റ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എൻഡ് പോയിന്റ്സ് സപ്പോർട്ടഡ് ആയിരുന്നു നേരത്തെ. ദാറ്റ് മീൻസ് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് അവിടെ റിയാക്ഷൻസ് ഉണ്ട്. റിയാക്ഷൻ വോളിൽ നിന്ന് വരുന്ന റിയാക്ഷന് RW എന്ന് വിളിച്ചു. ഞാൻ ഹൊറിസോണ്ടലായിട്ടാണ് കാണിച്ചത്, കാരണം നോർമൽ ടു ദ കോണ്ടാക്ട് സർഫസ് ആയിരിക്കും എപ്പോഴും. ഫ്ലോറിൽ നിന്ന് വരുന്ന റിയാക്ഷന് RF എന്ന് കാണിച്ചു. ഓക്കെ, ഇനി എന്ത് കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാനുണ്ടോ, അതും കൂടെ ഓർക്കുക. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ കൂടെ കാണിക്കും. ഓക്കെ, വോളിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ നമ്മൾ ഫ്രിക്ഷൻ കൂടെ കാണിക്കും. ഇനി ഫ്ലോറിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫ്ലോറിലും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രിക്ഷൻ കാണിക്കും. ഓക്കെ, ഇതേ ഡയറക്ഷനിൽ തന്നെ ആവണമെന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ്, സപ്പോസ് ആരെങ്കിലും ഇതിൻ്റെ പുറത്ത് കയറി നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു മനുഷ്യൻ കയറി ഇവിടെ വരെ എത്തി. അപ്പോൾ ഇയാളുടെ വെയിറ്റ് ഇവിടെ കാണിക്കണ്ടേ? അയാളുടെ വെയിറ്റ് അവിടെ കാണിക്കണമെങ്കിൽ അയാളുടെ വെയിറ്റ് എത്രയാണോ ആ മാഗ്നിറ്റ്യൂഡ് നമ്മളിവിടെ കാണിക്കും. ആ മാനിൻ്റെ വെയിറ്റ് നമ്മൾ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ആയി കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. യു വിൽ ഐസൊലേറ്റ് ദ ഒബ്ജക്റ്റ് ഫ്രം ഇറ്റ്സ് കോണ്ടാക്ട് സർഫസ്. കോണ്ടാക്ട് സർഫസിൽ നിന്ന് ആ ഒബ്ജക്റ്റിനെ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? യു വിൽ ഷോ ഓൾ ദ ഫോഴ്സസ്. ഏതൊക്കെ? റിയാക്ഷൻ, വെയിറ്റ്, എക്സ്റ്റേണൽ ഫോഴ്സസ് ആൻഡ് ഫ്രിക്ഷൻ ഇഫ് പ്രസൻറ്റ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷനെ കൂടെ കാണിക്കും. ഇത്രയും പേര് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാവും. ആ ഒബ്ജക്റ്റിനെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാലേ നമുക്ക് അനലൈസ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് ബോറടി മാറ്റാൻ വേണ്ടി നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചോ. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതാ വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ സ്വന്തമായിട്ട് അപ്പം തന്നെ ചെയ്തോളണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ക്വസ്റ്റ്യൻ്റെ കാര്യം, ബാക്കി ഡൗട്ട്സ് നമുക്ക് അവസാനം പറയാം, അവസാനം ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞോ. ഇപ്പോൾ സെൻറ്റർ ആക്കണം. ഇപ്പൊ കാണാവോ? ഓക്കെ, ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോ, എന്നിട്ട് ഉത്തരം അങ്ങ് പറഞ്ഞോ. ഞാനൊന്ന് ക്വസ്റ്റ്യൻ വായിക്കുവാണ്. ഒരു ഒബ്ജക്റ്റ്, an object of 1 kg is attached to the string at a height of 100 meter from the ground. What is the velocity of the object when it impacts on the ground if it is released from a string at 100 meter? Take acceleration due to gravity as 9.8. ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഒരാൾ അക്ഷയ് നാഥ് സി. വേറെ ആരെങ്കിലും? കൃഷ്ണപ്രിയ സി, വൈഷ്ണവി സി. ഒരാൾ കമൻറ്റ് ചെയ്തെടുത്ത് താഴെ കോപ്പി പേസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ പഠിക്കുക, അത്രേ ഉള്ളൂ. നമുക്കത് ചെയ്യാം.
ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ഡേറ്റാസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമായിട്ട് തോന്നും. ആ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കുക. ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രിങ്ങിൽ അറ്റാച്ച് ചെയ്ത് ഒരു 100 മീറ്റർ പൊക്കത്തിൽ, അതായത് ഞാനിപ്പോൾ എടുക്കുവാണ് ഈ ഗ്രൗണ്ട്, ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിക്കുക. ഈ ഗ്രൗണ്ടിൽ നിന്ന് 100 മീറ്റർ പൊക്കം, 100 മീറ്റേഴ്സ് ഹൈറ്റ് മാറിയിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ആ ഒബ്ജക്റ്റാണ് 1 kg. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് 100 മീറ്റർ ഹൈറ്റ് പൊങ്ങിയിട്ട് അവിടെ ഇരിക്കുകയാണ് 1 kg. അതിനെ ഏതോ ഒരു സ്ട്രിങ് വെച്ചാണ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത്രേ ഉള്ളൂ. സ്ട്രിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 100 മീറ്ററിൽ നിന്നതിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ എത്രമാത്രം വെലോസിറ്റിയിൽ ഇത് താഴെ വന്ന് ഇടിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. V is equal to root of 2gh, velocity with which the object hit the ground. V equal to root of 2gh. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഇക്വേഷൻ ഇങ്ങനെ കാണാതെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യും? ഇക്വേഷൻസ് ഓഫ് മോഷനകത്ത് v² - u² = 2as, അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, ചിലർക്ക് പെട്ടെന്ന് ഇത് പിടികിട്ടാത്തവർക്ക് ഞാൻ അതും കൂടെ പറയാം. v² - u² = 2as. നമുക്ക് ഫൈനൽ വെലോസിറ്റിയാണ് വേണ്ടത്. u എന്ന് പറയുന്നത് റെസ്റ്റിൽ നിന്നല്ലേ ഇതിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ u0. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ g. s എന്ന് പറയുന്നത് എത്രമാത്രം ഹൈറ്റിൽ നിന്നാണ് വീഴുന്നത്. അപ്പോൾ v എന്ന് പറയുന്നത് root of 2gh. ക്ലിയർ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, c കിട്ടും. ഇവിടെ യൂണിറ്റ് നമുക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാം നമ്മുടെ ആവശ്യമുള്ള യൂണിറ്റിൽ തന്നെ തന്നേക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ വെച്ചാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നൊക്കെ തോന്നാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് തോന്നാം. ഇതൊന്നും കൺഫ്യൂഷനേ അല്ല കേട്ടോ, ഇതൊരിക്കലും കൺഫ്യൂഷനായിട്ട് വിചാരിക്കരുത്. ഓക്കെ, എല്ലാവരും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നിങ്ങൾ നോക്കിക്കോ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2 kg ട്രാവലിംഗ് അറ്റ് എ വെലോസിറ്റി 1.5 m/s. ഫോഴ്സിന്റെ എക്സ്പ്രഷനാണ് തന്നേക്കുന്നത്. അത് ശ്രദ്ധിക്കുക, ഫോഴ്സിന്റെ എക്സ്പ്രഷനാണ് തന്നേക്കുന്നത്. ഈസ് അപ്ലൈഡ് ടു ഇറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 2 seconds. 2 സെക്കൻഡ് നേരം, 0 നിന്ന് 2 സെക്കൻഡ് എത്തുന്ന നേരം വരെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഫോഴ്സ്, അതായത് 2 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ ഫോഴ്സ് റിമൂവ് ചെയ്താൽ അവിടെ എത്രമാത്രം വെലോസിറ്റി ഉണ്ട് ഒന്ന് നോക്കുക. ഇത് ഞാനൊന്ന് ഇവിടെ മുകളിലേക്ക് മാറ്റുകയാണ്. F is equal to 3t². ഇവിടെ നോക്കൂ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ is equal to 3t². m into dv/dt. dv/dt ഉണ്ട്, അതിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. dv/dt അതായത് വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സലറേഷൻ. ഇനി എനിക്കറിയാം ഇവിടെ എന്താ സംഭവിച്ചത്. വെലോസിറ്റി v1 നിന്ന് v2 ആയപ്പോൾ ടൈം 0 നിന്ന് 2 മാറി. ഓക്കെ, സമയം 0 നിന്ന് 2 സെക്കൻഡിലേക്ക് മാറിയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? v1 നിന്ന് v2 ചേഞ്ച് ആയി. അങ്ങനെ ചേഞ്ച് ആയാൽ v1 എനിക്കറിയാം എത്രയാ? 1.5. v1 is 1.5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? m ഇൻറ്റു v2 മൈനസ് 1.5 അല്ല, ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഡി വിയുടെ ഇൻ്റഗ്രൽ v, നമ്മൾ എൻസ് അല്ലെങ്കിൽ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ m ഇൻറ്റു v2 മൈനസ് 1.5. m അറിയാം നമുക്ക് എത്രയാ? 2 kg ഇസ് ഈക്വൽ ടു 3 കോൺസ്റ്റൻ്റ് ആണ്. t² ഇൻ്റഗ്രൽ t³ അല്ലേ, ഇൻറ്റു t³ ലിമിറ്റ്സ് ഉണ്ട് 0 to 2. ഇനി ഒന്ന് ചെയ്ത് നോക്കി.
അതായത് 2 ഇൻറ്റു V2 മൈനസ് 1.5 ഇസ് ഈക്വൽ ടു 8. ഈ ക്വസ്റ്റ്യൻ കണ്ടോ, നമ്മൾ പഠിച്ചതിനകത്തു നിന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പെട്ടെന്ന് തെറ്റിപ്പോവും. ഇതിൻ്റെ പ്രശ്നം എന്താ, ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ 13.5 പറഞ്ഞവരുണ്ട്, 7.5 പറഞ്ഞവരുണ്ട്, 1.5 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. എന്താണെങ്കിലും എൻ്റർ ചെയ്താൽ മാർക്ക് കിട്ടില്ല, പക്ഷെ മാർക്ക് പോവുകയില്ല, നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട്. ന്യൂമറിക്കലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ